ഈ സാധാരണ ഉപരിതല റോഡിനേക്കാൾ പരിസ്ഥിതി ആഘാതം കുറഞ്ഞത് ആകാനുള്ള സാധ്യതയാണ് ഈ ടണലുകൾക്ക് എന്നുള്ളതാണ്. തീർച്ചയായും സാങ്കേതികവിദ്യ ഇപ്പോൾ ഓസ്ട്രിയൻ സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രില്ലിംഗ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഴയതിനേക്കാൾ ആഘാതം കുറഞ്ഞ ടണൽ ഉണ്ടാക്കാം. നമ്മുടെ ചോദ്യം അതാണ്. ചോദ്യത്തിലേക്ക് വരുന്നു. ഇവിടെയും ഓസ്ട്രേലിയൻ ടണലിംഗ് പദ്ധതിയാണ് പറയുന്നത്. ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ്. അതെ, എന്ന് വെച്ചാൽ ഒരു മെഷീനറി നേരിട്ട് അകത്തേക്ക് പോയി ഈ പാറ തുരന്ന് പാറ പൊട്ടിച്ച് പുറത്തേക്ക് ഇറക്കുന്ന സാങ്കേതികവിദ്യ നമ്മുടെ സാങ്കേതികവിദ്യയല്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ നിരവധി നിയമങ്ങൾ ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ടാണോ ഇതിന് നിർമ്മാണം നടത്തുന്നത്? നിർമ്മാണം നടത്താൻ വരുന്ന കമ്പനി എന്താണോ ലാഭം അതവിടെ ചെയ്യും. അവിടേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല, സർക്കാരിന് കടക്കാൻ കഴിയില്ല. കാര്യം അങ്ങനെ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. പദ്ധതി വൈകിപ്പിച്ചാൽ അത് പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കി എടുക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മളെപ്പോഴും പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്ന തരത്തിൽ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന തരത്തിൽ വയനാടിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഈ പറയുന്ന തുരങ്കപ്പാത വേണ്ട ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ